ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മളൊന്ന് 9ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആയ സിമിലർ ട്രയാങ്കിൾസ്, അതായത് സദൃശ ത്രികോണങ്ങൾ എന്ന പാഠഭാഗത്തിലെ പേജ് 106-ലെ 7ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ചോദ്യം വായിക്കാം. 7ാമത്തെ ചോദ്യം. ഇൻ ദ പിക്ചർ ബിലോ AP is the bisector of angle A of triangle ABC. Prove that the angles of triangles ABP and CPQ are the same. Second, calculate BP by BC. Third, prove that in any triangle the bisector of an angle divides the opposite side in the ratio of the sides containing the angle. നമ്മളത് ചെയ്യുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ. ചോദ്യത്തില് ചിത്രം വരച്ചിട്ടുണ്ട്. പിന്നെ ചോദ്യത്തിൽ പറയുന്നുണ്ട് AP is the bisector of angle. AP ബൈസെക്ടർ ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? ഈ ട്രയാങ്കിൾ ABPയും ട്രയാങ്കിൾ CQP, രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതിയാവും? ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതിയാവും. നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ ട്രയാങ്കിൾ എടുക്കാം. ഇൻ ട്രയാങ്കിൾ ACQ, in triangle ACQ. ഇവിടെ നോക്കിക്കേ, ACയും QCയും ഒരേ മെഷറാണ് അല്ലെ? അതുകൊണ്ട് നമുക്കത് ഈക്വൽ ആണെന്ന് എഴുതാം. AC ഈക്വൽസ് QC. ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ദേ ആർ ഓഫ് ഈക്വൽ മെഷർ. ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് അതിന്റെ ആംഗിൾസ് രണ്ട് ഈക്വൽ ആയിരിക്കത്തില്ലേ? ഈ ആംഗിളും ബേസ് ആംഗിൾസ് ആ ഈക്വൽ സിൻസ് ഇറ്റ് ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഐസോസെലസ് ട്രയാങ്കിൾ എന്നാ പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ രണ്ട് ആംഗിള് ഈക്വൽ ആണെന്ന് എഴുതാം. ആംഗിൾ CAQ ഈക്വൽ ടു ആംഗിൾ CQA. എന്താണ് റീസൺ? എന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ. എന്താണ് ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത? രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? ഇത് ബൈസെക്ടർ ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആവുന്നത്? ഇത് ബൈസെക്ടർ എന്ന് തന്നിട്ടുണ്ട്. സിൻസ് AP is the bisector, അത് നമുക്ക് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് എഴുതാം. ആംഗിൾ CAQ ഈക്വൽ ടു ആംഗിൾ ഏതാണ്? BAP. AP is the bisector of angle A. ഇവിടെ നോക്കിയേ, CAQ CQAന് ഈക്വൽ ആണ്. ഇവിടെ CAQ BAPക്കും ഈക്വൽ ആണ്. അപ്പൊ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ട് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആകത്തില്ലേ? നോക്കിക്കേ, വേറൊരു എക്സാമ്പിൾ പറയാം. 1 is equal to 2. ഈ 2 എന്ന് പറയുന്ന 3ക്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് 1 is equal to 3 എന്ന് എഴുതിക്കൂടെ? അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം. CAQ രണ്ടു പേർക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് therefore ആംഗിൾ CQA is equal to ആംഗിൾ BAP. CQA ഈ ആംഗിൾ CQA എന്ന് പറഞ്ഞാൽ CQPയും CQAയും ഒന്ന് തന്നെയാണ്. BAP, അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന് ലെറ്റ് ഇറ്റ് ബി X എന്ന് കൊടുക്കാം. നമുക്ക് എളുപ്പമാവാൻ വേണ്ടിയാണ് നമ്മൾ X എന്നൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇത് X ആണെങ്കിൽ ഇതും X, ഇത് X ആണെങ്കിൽ ഇതും X ആയിരിക്കും. കാരണം എന്താണ്? ബൈസെക്ടർ ആണ്ട് ആ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ആംഗിൾസിന്റെ പേര് കൊടുത്താൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. Let it be X. Also, angle ABP
ABP equals Y and APB. Angle APB equals Z. അപ്പൊ ഇത് Y എന്നും ഇത് Z എന്നും കൊടുക്കുന്നു. അപ്പൊ ഇത് Z ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? Z ആയിരിക്കും അല്ലേ? എന്തുകൊണ്ടാ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. എഴുതാൻ സ്ഥലമില്ല. ഇവിടെ എക്സ്, ഇവിടെ Z. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ പുറത്തോട്ട് എഴുതാം. എക്സ്, ഈ ആംഗിള് Z. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കാൻ പോവാം. ഇൻ ട്രയാങ്കിൾ ABP ആൻഡ് ട്രയാങ്കിൾ CPQ. അപ്പം എക്സ് ഉള്ള രണ്ട് ആംഗിൾ എഴുതാം. ആംഗിൾ BAP ഈക്വൽസ് ആംഗിൾ CQP ഈക്വൽസ് എക്സ്. പിന്നെ ഇവിടെ Z ആയതുകൊണ്ട് ഇവിടെ Z ആയിരിക്കും. കാര്യം എന്തുകൊണ്ടാ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ആംഗിൾ APB ഈക്വൽസ് ആംഗിൾ CPQ. Z എന്തുകൊണ്ടാണ്? ഞാൻ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് vertically opposite angles. അപ്പൊ നമുക്ക് രണ്ട് ആംഗിൾ ഈക്വൽ ആന്ന് കിട്ടി. അപ്പൊ ഇത് നമ്മൾ Y എന്ന് എടുത്ത്. അപ്പൊ ഇവിടെ എക്സും ഈക്വല്, ഇസഡും ഈക്വല്. പിന്നെ ഈ തേർഡ് ആംഗിൾ എന്തായിരിക്കും? തേർഡ് ആംഗിളിനോട് ഈക്വൽ ആയിരിക്കത്തില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇത് എന്തായിരിക്കും? Y ആയിരിക്കും. കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ 180 സം ഓഫ് ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180. അപ്പൊ ഇത് രണ്ടും കൂട്ടിക്കൊണ്ട് 180 കുറച്ചാൽ ഏത് വാല്യൂ ആണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും ഇവിടെ കിട്ടുന്നത്. അത് നമുക്ക് എഴുതാം. ആംഗിൾ therefore ആംഗിൾ ABP ഈക്വൽസ് ആംഗിൾ ഏതാണ്? Y അല്ലേ? QCP. റീസൺ തേർഡ് ആംഗിൾ. അപ്പം മൂന്ന് ആംഗിൾസും ഈക്വൽ ആന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം? രണ്ട് ട്രയാങ്കിളും സിമിലർ ആന്ന് പറയാം. രണ്ട് ട്രയാങ്കിളും സിമിലർ ആന്ന് പറയാം. And the angles of triangle ABP are equal to angles of triangle CPQ. ഇതാണ് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതാണ് പ്രൂവ് ദാറ്റ് ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ ABP ആൻഡ് CPQ ആർ സെയിം. കിട്ടി. ഇനി ഇത് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്താ എഴുതാം? ദേ ആർ സിമിലർ ട്രയാംഗിൾസ്. അപ്പൊ സെക്കൻഡ് പാർട്ടിലോട് നമ്മൾ പോവാണ്. Therefore, since angles of triangle ABP and triangle CQP are equal, they are similar triangles. അപ്പോൾ സിമിലർ ട്രയാംഗിൾസ് ആണ്. നമുക്ക് എന്ത് എഴുതാം? their corresponding sides are in the same ratio. അപ്പൊ നമുക്ക് എന്താ എഴുതാം? the sides opposite to equal angles are in the same ratio. Therefore, the sides opposite to equal angles are in the same, equal angles are in the same ratio. The same
റേഷ്യോ. അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതൊക്കെയാന്ന് എഴുതാം. ഏതൊക്കെയാ? എക്സ് വൈ ഇസഡ് അല്ലെ. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എക്സ് വൈ ഇസഡ് ട്രയാങ്കിൾ എ ബി പി. ട്രയാങ്കിൾ എ ബി പിയിൽ എക്സിന് ഓപ്പോസിറ്റ് ഉള്ളത് ബി പി, വൈക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എ പി, എ പി. ഇസഡിന് ഓപ്പോസിറ്റ് ഉള്ളത്, ഇസഡിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് എ ബി. അടുത്ത ട്രയാങ്കിൾ സി ക്യൂ പി. ട്രയാങ്കിൾ സി ക്യൂ പിയിൽ എക്സിന് ഓപ്പോസിറ്റ് ഉള്ളത് പി സി അല്ലെങ്കിൽ സി പി, വൈക്ക് ഓപ്പോസിറ്റ് ഉള്ളത് പി ക്യൂ, ഇസഡിന് ഓപ്പോസിറ്റ് ഉള്ളത് ക്യൂ സി. അപ്പം നമുക്ക് എഴുതാം ദീസ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. നമുക്കിനി റേഷ്യോ എഴുതാം. ബി പി ബൈ സി പി ഈക്വൽ ടു, സി പി അല്ലെ പി സി എന്ന് എഴുതാം, എ പി ബൈ പി ക്യു ഈക്വൽ ടു എ ബി ബൈ ക്യു സി. നമുക്ക് ഈ രണ്ട് റേഷ്യോയും മതി, എ പി ബൈ പി ക്യുവിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ റേഷ്യോ എങ്ങനെ എഴുതാം? ബി പി ബൈ സി പി ഈക്വൽ ടു എ ബി ബൈ ക്യു സി എന്ന് എഴുതാം. എഴുതി. ബി പി ബൈ പി സി ഈക്വൽ ടു എ ബി 5 ബൈ 3. അപ്പം ബി പി ബൈ പി സിയുടെ വാല്യൂ നമുക്ക് കിട്ടി. എത്ര കിട്ടി? 5/3 എന്ന് കിട്ടി. ബി പി ഈസ് ടു പി സി ആണെങ്കിൽ 5:3 എന്ന് എഴുതാമായിരുന്നു. അപ്പൊ രണ്ടാമത്തെ പാർട്ട് കഴിഞ്ഞിനി നമുക്ക് മൂന്നാമത്തെ പാർട്ട് പ്രൂവ് ചെയ്യാം. പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രയാങ്കിൾ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ. ഇതല്ലേ ബൈസെക്ടർ? എ പി ഇസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ഓഫ് ട്രയാങ്കിൾ ബി എ സി. Bisector of an angle, divide the opposite side in the ratio of the sides containing the angle. Divide the opposite side എന്ന് പറയുന്നത് ഈ സൈഡാണ്. ബി സിയെ ബി പി ഇസ് ടു പി സി എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത് പോലെ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എ ബി ഇസ് ടു എ സി. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? ബി പി ബൈ പി സി ഈക്വൽ ടു എ ബി ബൈ എ സി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. To prove that BP by PC is equal to AB by AC എന്ന് പ്രൂവ് ചെയ്യണം. കണ്ടേ, ബി പി പി സി ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത് ആ റേഷ്യോ ഈ രണ്ട് സൈഡിന്റെയും റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിൾ ബൈസെക്ടർ ഈ രണ്ട് സൈഡിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ്. ഈ രണ്ട് എ ബി എന്ന എ സി എന്ന രണ്ട് സൈഡിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ്, ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് ആംഗിൾ എ. ഇതാണ് ബൈസെക്ടർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബൈസെക്ടർ ഈ രണ്ടിന്റെയും റേഷ്യോയിൽ, അതാണ് പറയുന്നത് ഡിവൈഡ് ദ ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് കണ്ടെയ്ൻ. റേഷ്യോ ഓഫ് ദ സൈഡ്സ്, ഇതാണ് സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:3. അപ്പൊ സൈഡ്സിന്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അതായത് ബി പി ബൈ പി നമ്മൾ നേരത്തെ കണ്ടെത്ര 5/3, ദാറ്റ് ഈസ് 5:3. അതുപോലെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി പി ഈസ് ടു പി സി ഈക്വൽ ടു എ ബി ഈസ് ടു എ സി എന്നാണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഒരു സെക്കൻഡ് പാർട്ടിൽ ഒരു റേഷ്യോ കിട്ടിയായിരുന്നു. നമുക്ക് എന്താ കിട്ടിയ റേഷ്യോ? 3 റേഷ്യോ നമ്മൾ എടുത്തായിരുന്നു. ബി പി ബൈ പി സി ഈക്വൽ ടു എന്താണ്? എ ബി ബൈ ക്യു സി ഈക്വൽ ടു പിന്നെ എ പി ബൈ പി ക്യു. അതായിരുന്നു രണ്ടാമത്. ബി പി ബൈ പി സി ഈക്വൽ ടു എക്സിന്റെ ഓപ്പോസിറ്റ് വൈയുടെ ഓപ്പോസിറ്റ് എ പി ബൈ പി ക്യു ഈക്വൽ ടു എ ബി ബൈ proved earlier, proved in second. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. നമുക്ക് ഇപ്പൊ പ്രൂവ് ചെയ്യേണ്ട എന്താണ്? ബി പി ബൈ പി സി ഇസ് ഈക്വൽ ടു എ ബി ബൈ എ സി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ രണ്ട് റേഷ്യോ എടുത്താൽ പോരെ? നോക്കിക്കേ, എ ബി ഉള്ളത് അതാണ്, നമുക്ക് അത് രണ്ടും എടുക്കാം. ബി പി ബൈ പി സി ഇസ് ഈക്വൽ ടു എ ബി ബൈ ക്യു സി. ബി പി ബൈ പി സി
ഈക്വൽ ടു എ ബി ബൈ ക്യു സി. ഇവിടെ ക്യു സി ആണ്, പക്ഷെ ക്യു സി ഏതിന് ഈക്വൽ ആണ്? എ സിക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ ക്യു സി മാറ്റി നമുക്ക് എന്ത് എഴുതാം? എ സി എന്ന് എഴുതാം. ബി പി ബൈ പി സി ഇസ് ഈക്വൽ ടു എ ബി ബൈ എ സി. ഇവിടെ റീസൺ എഴുതാം. സിൻസ് ക്യു സി ഇസ് ഈക്വൽ ടു എ സി, അതാണ് ഗിവൺ ആണ്, ഗിവൺ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആ റീസൺ എഴുതിയത്. സിൻസ് ക്യു സി ഇസ് ഈക്വൽ ടു എ സി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി പി ബൈ പി സി ഇസ് ഈക്വൽ ടു എ ബി ബൈ എ സി. അതായത് ബി പി ഇസ് ടു പി സി ഏതിന് ഈക്വൽ ആണ്? എ ബി ഇസ് ടു എ സിക്ക് ഈക്വൽ ആണ്. പ്രൂവ് ആയില്ലേ? Therefore, we can say that the bisector of an angle divide the opposite side, the ratio of the sides containing. ഇവിടെ 5:3 ആ വരുന്നത്, ഇത് 5:3. ഓക്കെ, ബി പി ഇസ് ടു പി, ബി പി ബൈ പി സി 5/3 നമുക്ക് നേരത്തെ കിട്ടി. അതെന്ന് പറഞ്ഞാൽ റേഷ്യോ ആക്കുമ്പോൾ 5:3. എ ബി ബൈ എ സി റേഷ്യോ ആക്കുമ്പോൾ 5:3. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് റീസൺ എഴുതാം. നമുക്ക് അതുകൊണ്ട് എന്താ എഴുതാം? ബി പി ബൈ പി സി ഈക്വൽ എ ബി ബൈ എ സി. ദാറ്റ് യു ക്യാൻ റൈറ്റ് ആസ് ബി പി ഈസ് ടു പി സി ഈക്വൽ ടു എ ബി ഈസ് ടു എ സി. Hence we can write hence proved. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു. എന്താണ് hence proved that? എന്താണ് നമ്മൾ പ്രൂവ് ചെയ്തത്? The bisector of an angle, the bisector, ഇതിന്റെ ആവശ്യമില്ലല്ലോ, bisector of an angle divides the opposite side, divides the opposite side in the ratio of the sides, in the ratio of the sides containing the angle. The sides containing the angle. മനസ്സിലായതാ? ഈ ആംഗിൾ കണ്ടെയ്ൻ ചെയ്ത സൈഡ്സ് ആണ്, ഉൾപ്പെട്ടിട്ടുള്ള സൈഡ് ആണ് എ ബിയും എ സി. അപ്പൊ ബി പി ഇസ് ടു പി സി എന്താണ്? ഹെൻസ് പ്രൂവ്ഡ് ദാറ്റ്, ഹെൻസ് വി പ്രൂവ്ഡ് that the bisector of an angle, ഇതാണ് bisector of an angle, divides the opposite side, the ratio of the sides containing the. മനസ്സിലായല്ലോ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ള ചെയ്യാൻ. അപ്പൊ നമ്മൾ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് തീർന്നിരിക്കുകയാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള പോർഷൻ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.